ടാക്സിന്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണം. അത് കിട്ടാതെ അത് കമ്പനികൾ എടുക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, കൺസേൺ ഉണ്ട്. വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പൊ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആലോചനാ യോഗം എന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. മിനിസ്റ്റർ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ, അതായത് പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. ഞാനിപ്പോ ഇത് പറയണ്ട, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പൊ ഈ പറയുന്ന വിഷയം പറയാം, അത് ഉച്ചകഴിഞ്ഞ് ഞാൻ പറയാം. ഇപ്പൊ പോകുന്ന ഈ വിഷയമാണ്, അത് പറയുന്നൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ പോകുന്നത് ഈ വിഷയമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ GSTയുടെ കാര്യം സംബന്ധിച്ച് ഞാൻ പോവാണ്. ഉച്ചകഴിഞ്ഞ് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട്. സർക്കാർ ഇപ്പോൾ ഒരു വികസന സദസ്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ കാര്യവും ഞാൻ ഇപ്പൊ പോകുന്നത് GST സംബന്ധിച്ചുള്ള പുതിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഉച്ചകഴിഞ്ഞ് നിങ്ങളില്ലേ ഇവിടെ? ഉണ്ടോ? ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 11 മണിക്ക് ആ മീറ്റിംഗ് പറഞ്ഞേക്കാം, 10:30 ചെല്ലാന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് സെപ്റ്റംബറിൽ ടാക്സ്, അതായത് ഉപഭോക്താക്കൾക്ക് സാധാരണക്കാരന് ഗുണകരമാവുന്ന ടാക്സ് സ്ട്രക്ചർ വരുന്ന, അതിനെങ്ങനെയാണ് ടാക്സ് സ്ട്രക്ചർ വരുന്നതും ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഈ ടാക്സ് കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് കിട്ടണം. അത് കമ്പനികൾ ആ ലാഭം എടുക്കുകയല്ല വേണ്ടത് എന്ന് അത് ചെക്ക് ചെയ്യണം. അത് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പൊ തന്നെ ചില പരാതിയുണ്ട്. ടാക്സ് 10% കുറയുമെന്ന് കേൾക്കുന്ന ചില വിഷയങ്ങൾക്ക്, ചില സാധനങ്ങൾക്ക് വില കൂട്ടാൻ അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ അത് ടാക്സ് കിട്ടണം. ടാക്സ് കുറയുന്നതിന് ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടണം. രണ്ടാമത്തെ കാര്യം, രാജ്യത്താകെ ഒരു 3-4 ലക്ഷം കോടി രൂപയുടെ വരുമാനം കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ചിലർ പറയുന്നത് 2 ലക്ഷത്തിന്റെയാണെന്ന്. അതിന്റെ കണക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല. ആ കണക്കുകൾ പഠിച്ചിട്ടായിരിക്കും GST കൌൺസിലിൽ വരിക. ഇതുവരെ എന്തായാലും കണക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ റേറ്റ് റിവിഷൻ കമ്മിറ്റിയുള്ളതാണ്. അപ്പൊ അത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ വരുമാനം ഒരു പ്രശ്നമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ സംസ്ഥാനങ്ങളുടെ വരുമാനം ഉറപ്പാക്കിയില്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കും? അപ്പൊ അത് ഈ 2 കാര്യമുള്ളൂ, അല്ല വേറൊരു കാര്യം അതിനെ സംബന്ധിച്ചില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി കത്ത് അയച്ചിട്ടുണ്ട്. മറ്റു സ്ഥലത്തും പല സ്ഥലത്തും അയച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ ഫൈനാൻസസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട US-ന്റെ അധിക തീരുവ, അത് കേരളത്തിന് എത്ര വരുമാനമായിട്ടുണ്ടായിരുന്നു? കേരളത്തിന് എങ്ങനെ ബാധിക്കും? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള കുറെ ചർച്ചകൾ വന്നിരുന്നു. കേരളത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ അത്രയും നമ്പർ എക്സ്പോർട്ട് ഇല്ല. എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ആയിട്ടുള്ള മത്സ്യോൽപ്പന്നങ്ങൾ, നമ്മുടെ സ്പൈസസ് നമ്മൾ കേരളത്തിൽ ധാരാളം അയക്കുന്നുണ്ട്. 10-17% വരും സ്പൈസസിന്റെ ഈ മത്സ്യത്തിന്റെ തന്നെ കയറ്റുമതി എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ. ഇതൊക്കെ അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കയറും കശുവണ്ടിയും തുണിത്തരങ്ങളും തേയില എല്ലാം വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. ചില മേഖലകളിലൊക്കെ പ്രൊഡക്ഷൻ സെന്റേഴ്സിനെ ബാധിക്കും. നമ്മളെക്കാളും കൂടുതൽ തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊഡക്ഷനൊക്കെ ഒരു ഹാർട്ടിലേക്ക് എത്തിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തെയും ബാധിക്കുന്നത് മറികടക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വെല്ലുവിളിയെ അങ്ങനെ നേരിട്ടിട്ട് അമേരിക്ക പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ആഭ്യന്തര വിപണിയെയും ആഭ്യന്തര വ്യവസായത്തെയും തകർക്കാൻ പാടില്ല. അത് ശക്തമായ നിലപാടാണ് കേരളത്തിനുള്ളത്. ഏത് സമയത്തായാലും മാധ്യമങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ അങ്ങേറ്റം ശക്തമായി അപലപിക്കുന്നവരാണ് ഞങ്ങൾ. മാധ്യമങ്ങളോടുള്ള സമീപനത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പൊതുവായൊരു നയമാണ്. ഇടതുപക്ഷം ഏത് സമയത്തും ആ നയം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ എവിടുന്നായാലും അങ്ങനൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപലപിച്ചിട്ടുണ്ട്. അതിനെ എതിർക്കേണ്ടതാണ്. ശക്തമായ നടപടികളും നിലപാടും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതുകൊണ്ട് ഈ പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ വാർത്തകൾ എവിടുന്നേലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനൊന്നും തടഞ്ഞു വെക്കാൻ പറ്റില്ല.